മാസം മുട്ടിയങ്ങനെ മരിച്ചു. അതോടെ അഘാസുരനും ഒക്കെ മോക്ഷ കൊടുക്കണം കേട്ടോ. ഭഗവാന്റെ കയ്യിലൂടെ മരിച്ചാൽ പിന്നെ ഇങ്ങോട്ടില്ല, ഇനി മോക്ഷാണ്. അങ്ങനെ അഘാസുരനും പണി കഴിച്ചു. ആ അഘാസുരൻ്റെ വധം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ചോറൊക്കെ ആയിട്ട് വട്ടത്തിലിരുന്നിട്ട് അങ്ങോട്ട് ഊണ് തുടങ്ങി. അതാണ് നമ്മൾ വനഭോജനം എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് പറഞ്ഞ ഭാഗം. എന്താ? തൈർസാദം, മോര് കൂട്ടി കുഴച്ച സാധനം, കൊണ്ടാട്ടം, ഉപ്പുമാങ്ങ, കണ്ണിമാങ്ങ എല്ലാവരും കൊണ്ടുവരും. വട്ടത്തിലിരിക്കും. കൊമ്പും ഇതൊക്കെ ഇട്ട് അരയിൽ തിരുകി ഓടക്കുഴലും ഒക്കെ വിളിച്ചു. എല്ലാവരുടെയും ഓരോരോ പീപ്പിളി ഉണ്ടാവും. കുട്ടികളങ്ങനെയാണല്ലോ, പൂരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെവി കേൾക്കില്ല. ഇപ്പം ഒന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ പൂ പറഞ്ഞപ്പോൾ ഇത് വിളിക്കാനുള്ള സാധനങ്ങളൊക്കെ അരയിലൊക്കെ തിരികി വട്ടക്കെട്ടൊക്കെ കെട്ടി, ഇടത്തെ കയ്യിൽ കുഴച്ച ചോറ്, കയ്പയ്ക്ക കൊണ്ടാട്ടം, അവിടെ ഇടയിൽ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഒരു ഉരുളെടുക്കണു, മറ്റവൻ്റെ വായിൽ വെച്ച് കൊടുക്കും, അവ ഇങ്ങോട്ട് വെച്ച് കൊടുക്കും. ഗംഭീരമായിട്ടുള്ള ശാപ്പാടാണ്. അതാണ് നമ്മൾ നേരത്തെ വായിച്ച വനഭോജനം എന്ന്. ഗംഭീരമായിട്ടുള്ള ഊണാണ്. എങ്ങനെ ഈ തൈർസാദത്തിനെ കുറിച്ച് അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയതറേ. ഇതിനെക്കുറിച്ച് നമ്മളിവിടെ പഠിക്കാത്തുള്ളൂ. നമുക്ക് ഭാഗവതോ പറയും. ഏറ്റവും എനർജി തരുന്ന സാധനമാണ് അത്ര ഈ തൈർസാദം. ചെലവ് കുറഞ്ഞ് ഉണ്ടാക്കുകയും കൂടുതൽ ഊർജം തരികയും ചെയ്യുന്ന ഭക്ഷണ തൈർസാദം. ക്ഷീണിക്കില്ല, പ്രോട്ടീൻ കിട്ടും, തൈരിന്ന് ഭക്ഷണമൊക്കെ കിട്ടും. ഈ തൈർസാദമാണ് കൃഷ്ണൻ്റെ ശാപ്പാട്. അതെങ്ങനെ കഴിക്കണേ? ഒരു കയ്യിൽ ഇത് അങ്ങനെ വെച്ചിട്ട് കൊണ്ടാട്ടം, കയ്പയ്ക്ക കൊണ്ടാട്ടം ഇങ്ങനെ കടിക്കും. അപ്പോഴൊക്കെ അവിടുത്തെ അച്ചാറ് കൊടുത്ത് വായിൽ തേച്ച് കൊടുക്കും. ഈ ഊണാണ് അവിടെ ഇരുന്നിട്ട്. ഗംഭീരമായിട്ടുള്ള ശാപ്പാടാണ്. ഇതൊക്കെ കണ്ട് ദേവകളും ബ്രഹ്മാവും ഒക്കെ മുകളിൽ ഇങ്ങനെ നോക്കുക അത്രേ. ഇയാൾക്ക് എങ്ങനെയൊക്കെ യാഗം നടത്തി യജ്ഞം നടത്തിയിട്ടാണ് ഇയാൾക്കൊരു പ്രീതി ഉണ്ടാവുക. ഇവിടെ കണ്ടില്ലേ, ഈ കുട്ടികൾ ചിരിയിൽ വെച്ച് കൊടുക്കണു, അയാൾ കഴിച്ചതിന് തോട്ടി അവനോ തന്നെ കഴിക്കണു. അപ്പോൾ ഈ ഉരുളെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കണു, ആ ഉരുളെടുത്ത് ഇങ്ങോട്ട് കൊടുക്കണു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയിൽ തേച്ചിട്ടും കഴിച്ചിട്ട് സുഖമായിട്ട് വിസ്തരിച്ചുകൊണ്ട് സുഭിക്ഷമായിട്ട് കാണുന്നു മുഖത്ത് നോക്കുമ്പോൾ. എന്തെങ്കിലും യജ്ഞത്തിലൊരു പഴു പറ്റിയ ഇയാൾക്ക് തൃപ്തിയില്ല. ആ ആള് ഇങ്ങനെ സുഖമായിട്ട് കഴിക്കണമല്ലോ എന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവിനൊക്കെ അത്ഭുതവും അസൂയയും തോന്നിയെന്ന് പറയുകയാണ്. അതാണ് കാണിച്ചു തരുന്നത്. അഹം ഭക്തപരാധീനോ, ഞാൻ ഭക്തനടിമയാണ് എന്നാണ്. ഭക്തിപൂർവം സ്നേഹപൂർവം എൻ്റെ ആള് എന്ന് വെച്ച് കൊടുത്താൽ അത് സ്വീകരിക്കും. പണ്ടൊരാള് വില്ലുമംഗലം സ്വാമിയാർന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൃഷ്ണനെ കണ്ട് വർത്താനം പറയാൻ പറ്റിയിരുന്നു. കുറെ എന്നും കാണും, കൃഷ്ണനെ കാണും. ആ വർത്തമാനം പറഞ്ഞ് ഭക്ഷണമൊക്കെ നേരിട്ട് കൊടുക്കുകയും ചെയ്യാം. അത്ര ഭക്തനായിരുന്നു. അപ്പോൾ ഈ വില്ലുമംഗലത്തിനോട് ഒരാൾ പറഞ്ഞു, അയാൾക്ക് എന്നും വയറുവേദന. വില്ലുമംഗല സ്വാമിയോട് പറഞ്ഞു, ഉത്തരേ അങ്ങ് കൃഷ്ണനെ കാണുന്ന ആളാണല്ലോ, എനിക്ക് വയറുവേദനയോട് എനിക്കൊരു സാധനം കഴിക്കാൻ പറ്റും. ഒരു വായയിലൊരു സാധനം വെച്ചാൽ ഇറങ്ങില്ലേ അപ്പം വയറുവേദിക്കും. ഒന്ന് ഭഗവാനോട് പറഞ്ഞിട്ടൊന്ന് മാറ്റിത്തരാൻ പറയുമോ? ശരി പറയാം. അങ്ങനെ ബുദ്ധിമുട്ട് ഒരാൾ പറയുമ്പോൾ പറയണല്ലോ. അങ്ങ് കൃഷ്ണനെ കാണാൻ അന്ന് വൈകുന്നേരം ഇതേപോലെ വൈകുന്നേരങ്ങളിലൊക്കെ എപ്പോൾ വില്ലുമംഗലം വിളിച്ചാലും കൃഷ്ണൻ റെഡിയാണ്. കുട്ടിയുടെ രൂപത്തിലാണ് കൃഷ്ണൻ, വലിയ ആളല്ല, ചെറിയ കൃഷ്ണനായിട്ടാണ് വരിക. ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും കൂടെ. അപ്പോൾ പറഞ്ഞു, കൃഷ്ണനെ കണ്ടപ്പോൾ അതാ കൃഷ്ണ ഒരു കാര്യം പറയാനുണ്ട്, ഇന്ന ആളെന്നോട് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞെന്നോ. എന്നും അയാൾക്ക് വയറുവേദനയാണ് അത്രേ, ഒന്ന് മാറ്റി കൊടുത്തൂടെ? കൃഷ്ണൻ പറഞ്ഞു, ഉത്തരേ അത് അയാൾക്കേ കഴിഞ്ഞ ജന്മത്തിലെ ദുരിതമാണ്, അത് മാറ്റാൻ പറ്റില്ല. അത് അയാൾ അനുഭവിച്ചിട്ട് ഈ ജന്മം തിന്നോട്ടെ. അയാൾക്കത് യോഗമാണ്, ഞാൻ കൂട്ടിയെ കൂടുന്നതല്ല പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റില്ല. അത് അയാൾ അത്ര അനുഭവിക്കുക. ഈ ഈശ്വരന്മാർക്കും ശിവൻ പിച്ചതുണ്ടില്ലേ എലും ഇതുണ്ടപ്പോൾ ഭഗവാന്മാർക്കും ഉണ്ട് കഷ്ടകാലം. അപ്പം എനിക്കത് മാറ്റാൻ പറ്റില്ല, അത് അയാൾക്ക് അനുഭവിച്ചിട്ടുണ്ട്, തീരണം പറഞ്ഞു. ഒരു വഴിയില്ല അവൻ. വില്ലുമംഗലത്തിന് വിഷമായി. ഇദ്ദേഹം കാത്തു നിൽക്കുകയാണ്. പിറ്റേ ദിവസം വില്ലുമംഗലം വരണ വഴിക്ക് കണ്ടു. ഭഗവാനോട് ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഉത്തരം തൃപ്തിയില്ല. അങ്ങയുടെ ദുരിതം പൂർവ്വജന്മത്തിലെ ദുരിതമാണത്ര, അത് മാറ്റാൻ പറ്റില്ല അത്രേ പറഞ്ഞു. ഇയാൾക്ക് ആകെ വിഷമായി. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് കുറൂരമ്മയുടെ വീട്. അത് ഇതേപോലൊരു ഭക്തയാണ്. വില്ലുമംഗലത്തിന് അത്ര പഠിപ്പൊന്നുമില്ല എന്നേ ഉള്ളൂ. വില്ലുമംഗലം ആൾ പണ്ഡിതനാണ്. കുറൂരമ്മയുടെ എത്തിയപ്പോൾ ഇങ്ങനെ വിഷമിച്ചു വരിക. കുറൂരമ്മ കണ്ടു, എന്താ അങ്ങനെ ദുഃഖിച്ചു വരുന്നുണ്ടല്ലോ, എന്താ ചോദിച്ചു. ഒരു തുള്ളി അന്നം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി, ഒരു സാധനം ഉള്ളിലേക്ക് ഇറങ്ങില്ല, വയറുവേദനയാണ്.
ഒരു സാധനം. അപ്പം ഞാൻ ഭഗവാനോട് അതൊന്നും പറഞ്ഞില്ല, മാറിച്ചിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു കാര്യമില്ല. ഇന്ന് അങ്ങോട്ട് വരുമോ പറഞ്ഞു. കുറൂരമ്മ അവിടെ നേദിക്കുകയാണ്. അവർ ഊണ് കഴിച്ചിട്ട് പോവാ. ഊണ് കഴിക്കുക. ഞാനോ ഊണൊക്കെ കഴിച്ചിട്ട് അമ്മ കാലെത്രയേറിയൊരു ഊണെന്നൊക്കെ വായിൽ വെള്ളം വരണൊക്കെ, പക്ഷെ ഒരു വറ്റുള്ളിലേക്ക് ഇറങ്ങില്ല. അതൊന്നും കുഴപ്പമില്ല, എൻ്റെ കൂടെ വന്നോളൂ പറഞ്ഞു. അങ്ങനെ കുറൂരമ്മയുടെ വീട്ടിൽ ചെന്നു. ഇലട്ടപ്പോഴേക്ക് പേടിയോ, ഇയാൾക്ക് ഊണ് കഴിക്കാൻ വയ്യേ, ഇരിക്കൂ പറഞ്ഞു. അങ്ങനെ ആദ്യം നേദിച്ച മലര് കൊടുത്തു, കഴിച്ചോളൂ പറഞ്ഞു. പേടിച്ച് കഴിച്ചു. അത് ഇറങ്ങി. അവിടെ ശങ്കയായി. പിന്നെ നോക്കി കഴിച്ച് ഞാൻ തന്നെ അല്ലേന്നായി. വീണ്ടും കുറച്ചും കൂടി കഴിച്ചു, കുഴപ്പമില്ല. എന്തിന് പറയണോ, കുറൂരമ്മ വിസ്തരിച്ച് ചോറ് കൊടുത്തു, ഉരുള വെട്ടിയുണ്ട്. അയാളിങ്ങനെ പിടിച്ചിട്ടാ കൊണ്ടുണ്ട്. എപ്പോഴാണ് തുടങ്ങാറിയില്ലേ, യാതൊരു കേടും വരാതെ അസലായിട്ട് ഊണ് കഴിച്ചു. അയാളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അകത്തെത്തുമ്പോഴേക്ക് വേദനിച്ച് ഉരുളു അയാൾ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ഒരു വേദന ഉണ്ടായില്ല. വയറുവേദനിക്കൊന്നുമില്ല, കഴിച്ചോളൂ. ഇവരിടയ്ക്കിടയ്ക്ക് വയറുവേദനിക്കൊന്നുമില്ല, വെറുതെ എന്തിനാ കഴിച്ചോളൂ. ഞാനല്ലേ പറയണ കഴിച്ചോളൂ, വയറുവേദനിക്കൊന്നുമില്ല, വയറുവേദനിക്കില്ല, ഞാൻ ഉറപ്പ് പറയണോ, കഴിച്ചോളൂ പറഞ്ഞു. ഇതൊക്കെ കഴിപ്പിച്ചു. ഇയാൾ എന്നിട്ട് പോണില്ല. വേദനിച്ച് എവിടെയെങ്കിലും പോയി കിടക്കണൊക്കെ ഇവിടെ കിടന്ന് മരിക്കുകയാണല്ലോ. അരമണിക്കൂറും 1 മണിക്കൂറും കഴിഞ്ഞിട്ടൊന്നും ഇയാൾക്ക് വയറ് വേദനിക്കണേ ഇല്ല. അപ്പോൾ അയാൾക്ക് വയറ് വേദിക്കാത്തായി ബുദ്ധിമുട്ട്. കാരണം ഉറപ്പായിട്ട് വേദിക്കണതാണല്ലോ. ഇയാൾക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാതെ കുറൂരമ്മയുടെ കാല് പിടിക്കുക, നമസ്കരിക്കുക. ഞാൻ എത്ര കാലമായി ഇതും വെച്ച് നടക്കണോ പറയും. എനിക്ക് ഇന്നേ വരെ വയറുവേദന വിട്ടിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇനിയൊന്നും വയറുവേദനിക്കില്ല. അപ്പോൾ കൊളു പറയും. മൂപ്പര് വീട്ടിലേക്കല്ല പോയി, നേരെ വില്ലമംഗലത്തിന് കണ്ട് 4 തെറി പറയാനാണ് പോയി. കാരണം പറഞ്ഞ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എവിടെ സ്വാമിയാരെ ചോദിച്ചു. നിങ്ങളല്ലേ പറഞ്ഞത്, മാറില്ല, പൂർവജമാണ്, ദുരിതമാണ്, കൊണ്ടു നടക്കേണ്ടത്. അപ്പം കണ്ടോ, അസലായിട്ട് ചാപ്പാട് കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത്. കൃഷ്ണനാത്ര തോന്നിയത് പറഞ്ഞ് വെറുതെ ആൾക്കാരെ പറ്റിക്കാതെ വെച്ച് ചീത്തയോട് ചീത്ത.